ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോഡിറേഖ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ സെലക്ഷൻ സോർട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ കുറച്ച് വീഡിയോസിന് മുന്നേ ഞാൻ ബബിൾ സോർട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ കാണാം, ലിങ്ക് ഐ ബട്ടണിലുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാം സെലക്ഷൻ സോർട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ സെലക്ഷൻ സോർട്ട് എന്ന് പറയുമ്പോൾ അത് ഒരു സെർച്ചിങ്ങിന്റെയും സോർട്ടിങ്ങിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ്. അപ്പോൾ സെലക്ഷൻ സോർട്ടിൽ നമ്മളിപ്പോൾ ഒരു അറേ നമ്മൾ പാസ് ചെയ്യുമ്പോൾ അതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അതിനകത്ത് ഏറ്റവും സ്മോളസ്റ്റ് എലമെന്റിനെ കണ്ടുപിടിക്കും. എന്നിട്ട് ആ എലമെന്റിനെ ഫസ്റ്റ് പൊസിഷനിലിടും. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് ഐട്രേഷനിൽ ബാക്കി ഉള്ള അറയിൽ, അതായത് സെക്കൻഡ് ഇൻഡെക്സ് തൊട്ടുള്ള അറയിൽ, ഇപ്പൊ ഫസ്റ്റ് ഇൻഡെക്സിൽ ഏറ്റവും ചെറിയ എലമെന്റ് കിട്ടിയല്ലോ, സെക്കൻഡ് ഇൻഡെക്സ് തൊട്ട് ബാക്കിയുള്ള ആ സബ് അറയ്ക്കകത്തെ ഏറ്റവും ചെറുത് ഏതാണെന്ന് എടുക്കും. എന്നിട്ട് അത് സെക്കൻഡ് പൊസിഷനിൽ കൊണ്ടിടും. അങ്ങനെയാണ്, മനസ്സിലായല്ലോ. അപ്പൊ ഓരോ ഐട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ആദ്യത്തെ ഐട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ചെറുത് ഫസ്റ്റ് പൊസിഷനിൽ വരും. രണ്ടാമത്തെ ഐട്രേഷൻ കഴിയുമ്പോഴത്തേക്ക് ആ സെക്കൻഡ് സ്മോളസ്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് പൊസിഷനിൽ വരും. ഇങ്ങനെയാണ്. അപ്പൊ ഇതൊരു സെർച്ചിങ്ങിന്റെയും സോർട്ടിങ്ങിന്റെയും കൂടി കോമ്പിനേഷൻ ആണ്. ഓക്കെ, ഇതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. അതായത് നമ്മളിപ്പോ ഒരു സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് കൊടുക്കുകയാണ്. 38, 52, 9, 18, 6, 62, 13. ഓക്കെ, അപ്പൊ എന്റെ കയ്യിൽ ഒരു ഇന്റിജർ അറേ ഉണ്ട്. അപ്പൊ ഇത് ആദ്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ എലമെന്റിനെ ബാക്കിയുള്ള എലമെന്റ്സുമായിട്ട് കമ്പയർ ചെയ്യും. എന്നിട്ട് അതിനകത്ത് ഇതിനേക്കാളും ചെറിയ എലമെന്റ് ഉണ്ടോ, അത് ഇതിനേക്കാളും ചെറിയ എലമെന്റ് ഉണ്ടോ എന്നല്ല, ഇതിനേക്കാളും ആ സബ് അറേയിലുള്ള എലമെന്റുകളിൽ ഇതിനേക്കാളും ഏറ്റവും ചെറിയ എലമെന്റ് ഏതാണെന്നാണ് ഇത് സെർച്ച് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. ഇപ്പൊ 38നെ നമ്മൾ ഈ അറേ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഉള്ള ഏത് എലമെന്റ് ആണ് 38നേക്കാളും ഏറ്റവും ലീസ്റ്റ് സ്മോളസ്റ്റ് എന്ന് നോക്കും. എന്നിട്ട് അതിനെ ഈ പൊസിഷനിലേക്ക് കൊണ്ടുവരും. ഓക്കെ, അത് തമ്മിൽ സ്വാപ്പ് ചെയ്യും. മനസ്സിലായല്ലോ. അപ്പൊ ഫസ്റ്റ് ഐട്രേഷനിൽ 38നെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഇതിനകത്ത് ഏറ്റവും ചെറുത് ഏതാണ്, 6 അല്ലേ. അപ്പോ നെക്സ്റ്റ് ഐട്രേഷൻ വരുമ്പോൾ 6 ഇവിടെ വരും. ഓക്കെ, ബാക്കിയെല്ലാം സെയിം ആയിരിക്കും. അതായത് 6നെയും 38നെയും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യും. അപ്പൊ 6 അവിടെ വരും, നെക്സ്റ്റ് 52 വരും, പിന്നെ 9 വരും, പിന്നെ 18 വരും, പിന്നെ 6ന്റെ സ്ഥാനത്ത് എന്ത് വരും, 38 വരും. ഓക്കെ, പിന്നെ 62 വരും, പിന്നെ 13 വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഐട്രേഷനിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഫസ്റ്റ് ഐട്രേഷനിൽ നമുക്ക് ഏറ്റവും ചെറിയ എലമെന്റ് ആദ്യത്തെ പൊസിഷനിൽ കിട്ടി. ഇനി ആദ്യത്തെ ഇതിനെ നോക്കത്തില്ല, ബാക്കി എലമെന്റുകളിനെയാണ് ഇത് സോർട്ട് ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ അടുത്തത് കമ്പയർ ചെയ്യുന്നത് ഈ രണ്ടാമത്തെ എലമെന്റിനെ ആയിരിക്കും. ഈ 52നെ ബാക്കിയുള്ള ഇത്രയും അറയായിട്ട് കമ്പയർ ചെയ്യും. ഇതിനേക്കാളും ചെറിയ, അതായത് ഏറ്റവും ചെറിയ നമ്പർ ഏതാണെന്ന് നോക്കും, ഈ അറയിലെ ഏറ്റവും ചെറുത്. ഓക്കെ, അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ്, 9 ആണ് ഏറ്റവും ചെറുത് അല്ലെ. അപ്പൊ 9ഉം 52ഉം തമ്മിൽ സ്വാപ്പ് ചെയ്യും. അപ്പൊ അടുത്ത ഐട്രേഷനിൽ എങ്ങനെ വരും, 6 വരും, 9 വരും, 52 വരും, ബാക്കി പഴയതുപോലെ 18, 38, 62, 13. മനസ്സിലായല്ലോ. അപ്പോ നെക്സ്റ്റ് ഐട്രേഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് സെക്കൻഡ് സ്മോളസ്റ്റ് കിട്ടി, അത് 9 ആണ്. ഇനി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് നെക്സ്റ്റ് ഈ 52നെ ബാക്കിയുള്ള എലമെന്റുകളുമായിട്ട്, ബാക്കി ഈ സബ് അറേയിൽ നോക്കും. അതിനേക്കാളും ഏറ്റവും ചെറുത് ഏതെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് നോക്കും. അപ്പൊ എന്താണ് ഏറ്റവും ചെറുത് ഇവിടെ ഉള്ളത്, 13 ഉണ്ട് അല്ലെ. അപ്പൊ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ 52 അവിടെയും 13 ഇവിടെയും വരും. ഓക്കെ, അപ്പോ ഇവിടെ 6 വരും, ഇവിടെ 9 വരും, പിന്നെ 52ന്റെ സ്ഥാനത്ത് 13 വരും, പിന്നെ 18 വരും, 38 വന്നു, 62 വന്നു, ലാസ്റ്റ് പൊസിഷനിലേക്ക് 52 പോയി. മനസ്സിലായല്ലോ. അപ്പോ നെക്സ്റ്റ് ഐട്രേഷൻ കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇവിടെ വരെ കിട്ടി. ഓക്കെ, അപ്പൊ 52നെ ഇങ്ങോട്ട് സ്വിച്ച് ചെയ്തു, 13നെ ഇങ്ങോട്ട് സ്വിച്ച് ചെയ്തു. ഓക്കെ, ഇവിടെ വരെ നമുക്കിപ്പോ കിട്ടി. ഇനി നെക്സ്റ്റ് എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 18നെ ബാക്കിയുള്ള എലമെന്റുകളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും. 18നേക്കാളും ചെറിയ ഏതെങ്കിലും എലമെന്റ് ഉണ്ടോ ഈ സബ് അറേയിൽ. അപ്പൊ 18നേക്കാളും ചെറിയ ഒരു എലമെന്റും ഇല്ല. അപ്പൊ എന്ത് കിട്ടും, ആ ഐട്രേഷൻ കഴിയുമ്പോൾ നമുക്ക് ഈ സെയിം അറേ തന്നെയാണ് കിട്ടുന്നത്. അതായത് ഒരു സ്വാപ്പിംഗ് നടന്നില്ല, കാരണം അതിനേക്കാളും ചെറിയ എലമെന്റ് ഒന്നും ഇല്ലല്ലോ. പിന്നെ നെക്സ്റ്റ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ 28നെ കമ്പയർ ചെയ്യും ബാക്കിയുള്ള എലമെന്റുകളുമായിട്ട്. ഓക്കെ, അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും ചെറിയ എലമെന്റുകളൊന്നും ഇല്ല. അപ്പൊ വീണ്ടും അതേ അറേ തന്നെ പ്രിന്റ് ആവും. ഓക്കെ, ഇനി നെക്സ്റ്റ് 62നെ കമ്പയർ ചെയ്യും. 62നെ ബാക്കിയുള്ള അറയിലെ എലമെന്റ്, അതായത് ഇനി 52 ഉള്ളൂ, അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറുതാണോ നോക്കും, ചെറുതാണ്. അപ്പൊ എന്ത് പറ്റും,
സ്വാപ്പ് ചെയ്യും അല്ലെ. അപ്പോ ഇവിടെ വന്നിട്ട് അത് തമ്മിൽ സ്വാപ്പ് ചെയ്തപ്പോ ഇവിടെ 52 വന്നു, ഇവിടെ 62 വന്നു. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇതാ നമുക്കിത് സോർട്ടഡ് ഓർഡറിൽ കിട്ടി. മനസ്സിലായല്ലോ. അപ്പൊ എങ്ങനെയാണ് ഈ സെലക്ഷൻ സോർട്ടിന്റെ ഐഡിയ എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് സെർച്ചിങ്ങിന്റെയും സോർട്ടിങ്ങിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ്. ആദ്യം ഇത് ഫസ്റ്റ് എലമെന്റിനെ ബാക്കി സബ് അറേ, അതായത് ബാക്കി നെക്സ്റ്റ് ഇൻഡെക്സ് തൊട്ട് ബാക്കിയുള്ള അറയിലെ എലമെന്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അതിനേക്കാളും ചെറുതുണ്ടോന്നല്ല, ആ അറയിലെ ഏറ്റവും ചെറിയ എലമെന്റുമായിട്ടാണ് സ്വാപ്പ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് സെലക്ഷൻ സോർട്ടിന്റെ കൺസെപ്റ്റ്. ഇനി നമുക്കിത് പ്രോഗ്രമാറ്റിക്കലി എങ്ങനെ ചെയ്യുന്നു നോക്കാം. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇന്റിജർ അറേ എങ്ങനെ ചെയ്യുന്നു എന്ന് പറയാം. അതിനുശേഷം നമുക്ക് സ്ട്രിംഗ് അറേ നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഇന്റിജർ അറേ ഞാനിവിടെ ഡിക്ലെയർ ചെയ്യാണ്. ഇന്റ് നമ്മളപ്പോ പാസ് ചെയ്ത എലമെന്റ് തന്നെ നമുക്ക് കൊടുക്കാം. 38, 52, 9, 18, 6, 62, 13. ഓക്കെ, ഇതാണ് എന്റെ അറേ. ഓക്കെ, ഇനി അറേയില് നമ്മൾ സോർട്ട് ചെയ്യണമെങ്കിൽ എന്താണ്, ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ ഫസ്റ്റ് നമ്മൾ ആ അറേ ഐട്രേറ്റ് ചെയ്യണം അല്ലെ. അറേയുടെ എവിടം തൊട്ട് എവിടം വരെ ഐട്രേഷൻ വേണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ആദ്യത്തെ ഫോർ ലൂപ്പ്. അപ്പൊ കൊടുക്കുകയാണ് ഫോർ ഇന്റ് അറേയുടെ ആദ്യത്തെ ഇൻഡെക്സ് തൊട്ട് i = 0 മുതൽ i ലെസ് ദാൻ അറേയുടെ പേരെന്താണ് a, അറേയുടെ ലെങ്ത് വരെ. അപ്പൊ ഓരോ ഇൻഡെക്സ് കഴിയുമ്പോഴും അറേയുടെ ഇൻഡെക്സ് ഇൻക്രിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് i++. മനസ്സിലായല്ലോ. അപ്പോൾ അറേ ഐട്രേറ്റ് ചെയ്യണമെങ്കിൽ ഈ ലൂപ്പ് മസ്റ്റ് ആണ്. അതായത് 0th ഇൻഡെക്സ് തൊട്ട് അറേയുടെ ലെങ്ത് വരെ നമുക്ക് പോകണം. ഓക്കെ, ഇനി നമ്മളൊരു ജെ ലൂപ്പ് ഡിക്ലെയർ ചെയ്യാണ്. ഫോർ ഇന്റ് j = i+1. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അറേയുടെ ആദ്യത്തെ എലമെന്റിനെ നമുക്ക് വീണ്ടും ഈ അറേയുടെ ആദ്യത്തെ എലമെന്റുമായിട്ട് കമ്പയർ ചെയ്യേണ്ട. നമ്മൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്, ആദ്യത്തെ എലമെന്റിനെ നെക്സ്റ്റ് ഇൻഡെക്സ് തൊട്ട് ലാസ്റ്റ് വരെയുള്ള എലമെന്റ് വരെയാണ് കമ്പയർ ചെയ്യുന്നത്. ശരിയല്ലേ. അതുപോലെ ഇപ്പൊ സെക്കൻഡ് ഇൻഡെക്സിൽ ഇതിനെയാണ് കമ്പയർ ചെയ്യുന്നതെങ്കിൽ അതിന്റെ തൊട്ടടുത്ത ഇൻഡെക്സ് തൊട്ട് ലാസ്റ്റ് വരെയുള്ളതിനെയാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ജെ എന്ന് പറയുന്ന ഐക്ക് ഈക്വൽ ആയിരിക്കരുത്, ഐയുടെ നെക്സ്റ്റ് ഇൻഡെക്സ് തൊട്ടാണ് നമുക്ക് വേണ്ടത്. മനസ്സിലായല്ലോ. ഇനി ജെ ലെസ് ദാൻ എവിടെ വരെ പോകണം, a ഡോട്ട് ലെങ്ത് വരെ. ഓക്കെ, എന്നിട്ട് j++ കൊടുത്തു. ഇനി നമ്മുടെ ചെക്ക് വരികയാണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യമുണ്ട്, നമുക്കിപ്പോ ഈ ഐയുടെ ഇൻഡെക്സ് തെറ്റിപ്പോവാതിരിക്കാൻ, അത് ഐയുടെ ഇത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് ആദ്യത്തെ ലൂപ്പിനകത്ത് കയറുമ്പോൾ തന്നെ നമുക്കൊരു min എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. അതിന് മുന്നേ ഇവിടെ 2 വേരിയബിൾ ഞാൻ കൊടുക്കുകയാണ്. ഇന്റ് min എന്ന് പറയുന്നത് ഒരു വേരിയബിളും കൊടുക്കുകയാണ്. അതുപോലെ temp എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ, അത് എന്തിനാണെന്ന് പറയാം, അത് 0 ആയിട്ട് ഡിക്ലെയർ ചെയ്തു. ഓക്കെ, അപ്പൊ min എന്ന് പറഞ്ഞൊരു വേരിയബിളും temp എന്ന് പറഞ്ഞ ഒരു വേരിയബിളും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യത്തെ ഈ ലൂപ്പിനകത്തേക്ക് കയറുമ്പോഴത്തേക്ക് ഈ ഐയുടെ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ min എടുത്തത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഈ വാല്യൂ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഐയുടെ വാല്യൂന് മാറ്റം വരില്ല. ഐയുടെ വാല്യൂ നമുക്ക് തുടക്കത്തിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ കിട്ടും. ഓരോ ഐട്രേഷൻ കഴിയുമ്പോഴും ഈ മിന്നിന് അപ്ഡേഷൻ വരുന്നുണ്ട്. അത് എങ്ങനെയാന്ന് പറയാം. അപ്പൊ നമ്മൾ ഈ ലൂപ്പിനകത്ത് കയറുമ്പോഴത്തേക്ക് ഈ ഐയുടെ വാല്യൂ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, മനസ്സിലായല്ലോ. എന്നിട്ട് ഇതിനകത്ത് വന്നിട്ട് ഇഫ് a ഓഫ് j, അതായത് നമ്മുടെ എലമെന്റ് ജയിൽ കിടക്കുന്ന എലമെന്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ a ഓഫ് ഐക്ക് വരെ ഐയുടെ വാല്യൂ ഞാൻ മിന്നിൽ സ്റ്റോർ ചെയ്തല്ലോ. അപ്പൊ നമുക്ക് a ഓഫ് min എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഐ അവിടെ തന്നെ നിർത്തിക്കൊണ്ട് ഐയുടെ വാല്യൂ മിന്നിലുണ്ടല്ലോ. അതായത് നമ്മുടെ ഈ ജെ എന്ന് പറയുമ്പോൾ ഈ റെസ്റ്റ് സബ് അറേയുടെ കാര്യമാണല്ലോ. ഇതിനകത്ത് ഏതെങ്കിലും വാല്യൂ നമ്മുടെ ഐയേക്കാളും ചെറുതായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഇൻഡെക്സ് ഏതാണെന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. എന്നാലല്ലേ ആ ഇൻഡെക്സിലേക്ക് നമുക്ക് സ്വാപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഏതെങ്കിലും ഇൻഡെക്സിൽ കിടക്കുന്ന സബ് അറേയിൽ കിടക്കുന്ന എലമെന്റ് നമ്മുടെ ആദ്യത്തെ എലമെന്റിനേക്കാളും ചെറുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ മിന്നിനകത്തേക്ക് ഈ ജെയുടെ വാല്യൂ കൊടുക്കണം. ഓക്കെ, അതായത് നമ്മൾ ആ ഇൻഡെക്സിനെ സ്റ്റോർ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഫോർ ലൂപ്പിന് വെളിയിൽ വന്നിട്ട് ഈ ജെ ലൂപ്പിന്റെ ഫോർ ലൂപ്പിന് വെളിയിൽ വന്നിട്ട് നമ്മുടെ ടെമ്പിനകത്തേക്ക്, അതായത് നമ്മൾ എങ്ങനെയാണ് ഒരു വേരിയബിൾ സ്വാപ്പ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 2 ഇൻഡെക്സിലെ വേരിയബിൾ ഒന്ന് സ്വാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഇൻഡെക്സിൽ കിടക്കുന്നതിന് ഒരു ടെമ്പററി വേരിയബിളിൽ വെക്കുക.
അത് കഴിഞ്ഞിട്ട് ആ വേരിയബിളിനെ മറ്റേ ഇപ്പൊ എയും ബിയും തമ്മിൽ സ്വാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എ എടുത്ത് ടെമ്പിൽ ഇടുക, എന്നിട്ട് ബിയുടെ വാല്യൂ എയിൽ വെക്കുക. ഓക്കെ, എന്നിട്ട് ടെമ്പിൽ കിടക്കുന്നിടത്ത് ബിയിലേക്ക് വെക്കുക. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ഒരു ടെമ്പററി വേരിയബിൾ കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ സ്വാപ്പ് ചെയ്യാം. ഓക്കെ, ഇനി ടെമ്പിനകത്തേക്ക് ഞാൻ എന്ത് ചെയ്യണം? എന്റെ ആദ്യത്തെ ഇൻഡെക്സിൽ കിടക്കുന്ന എലമെന്റ് ഏതാണോ അതിനെ എടുത്ത് വെച്ചു. ഓക്കെ, നമുക്ക് സ്വാപ്പ് ചെയ്യേണ്ട എലമെന്റ് ith ഇൻഡെക്സിൽ കിടക്കുന്ന ഏതാണോ അതെടുത്ത് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? എ ഓഫ് ഐക്കകത്തോട്ട്, കാരണം അതിനേക്കാളും ചെറിയൊരു എലമെന്റ് കിട്ടിയല്ലോ, അപ്പോൾ എ ഓഫ് മിൻ എടുത്തു വെച്ചു. ഓക്കെ, ഇനി എന്ത് വേണം? എ ഓഫ് മിനിമം. ഓക്കെ, മിനിമത്തിനകത്തേക്ക് നമ്മുടെ ടെമ്പററി വേരിയബിളിനെ എടുത്ത് വെച്ചു. ഓക്കെ, അതായത് നമ്മൾ സ്വാപ്പിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഇൻഡെക്സ് കണ്ടുപിടിച്ചു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വേരിയബിളിനെ തമ്മിൽ സ്വാപ്പ് ചെയ്യാനുള്ള സ്റ്റെപ്പാണിത്. സ്വാപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ മനസ്സിലായില്ലെങ്കിൽ ഞാൻ എ ബി വേരിയബിൾ വെച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ, അതായത് ഇപ്പൊ നമുക്ക് എക്ക് ഒരു വാല്യൂ ഉണ്ട്, ബിക്ക് ഒരു വാല്യൂ ഉണ്ട്. ഈ എയുടെയും ബിയുടെയും വാല്യൂ തമ്മിൽ സ്വാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ബിയിൽ കിടക്കുന്നത് ഒരു ടെമ്പററി വേരിയബിളോട് നമ്മൾ ഡിക്ലെയർ ചെയ്യും അല്ലെ, എന്നിട്ട് ഇതിനകത്ത് ഏതെങ്കിലും കിടക്കുന്നതിന്റെ ടെമ്പററിയിലോട്ട് മാറ്റിയിട്ട് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യാൻ. മനസ്സിലായല്ലോ? അപ്പൊ അത് ഞാൻ ഇപ്പൊ എല്ലാ വീഡിയോസിലും പറയാറുള്ളതുകൊണ്ട് അതിവിടെ റിപ്പീറ്റ് കൊടുക്കുന്നില്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ ഫോർ ലൂപ്പ് ഇത് ക്ലോസ് ആയി. ഓക്കെ, അപ്പോ ഫസ്റ്റ് ഐട്രേഷൻ കഴിയുമ്പോൾ, ഫസ്റ്റ് ഐയുടെ ഐട്രേഷൻ, ഐയുടെ ഇൻഡെക്സ് 0 ആയി ഫസ്റ്റ് ഐട്രേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാല് സ്മോളസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് പൊസിഷനിൽ വരും. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ ആദ്യം എത്രയാണ്? നമ്മുടെ എ എന്ന് പറഞ്ഞൊരു ഇന്റിജർ അറേ ഉണ്ട്. എയുടെ സൈസ് എത്രയാണ്? ഇതിനകത്ത് എത്ര എലമെന്റ് ഉണ്ട്? 2, 4, 6, 7 അല്ലെ, 7 എലമെന്റ് ഉണ്ട്. ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് 7 ആയിരിക്കും. ഓക്കെ, ആദ്യം ഇത് ടെമ്പിന്റെ വാല്യൂ 0 ആക്കി മിൻ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ആദ്യം ഐയുടെ വാല്യൂ എത്രയാണ്? 0 ആണ്. ഓക്കെ, അപ്പൊ എന്ത് പറ്റും? ഐ ലെസ് ദാൻ എ ഡോട്ട് ലെങ്ത് ആണോ നോക്കി. ഇപ്പൊ 0 ലെസ് ദാൻ 7 ആണോ? എയുടെ ലെങ്ത് എന്ന് പറയുന്നത് 7 ആണ്. അതെ, അപ്പൊ ഇതിനകത്തേക്ക് കയറി. എന്നിട്ട് എന്ത് ചെയ്യും? ഐയുടെ വാല്യൂ മിന്നിൽ സ്റ്റോർ ചെയ്യും. ഐയുടെ വാല്യൂ എത്രയാണ്? ഇപ്പോൾ 0 ഇതിനകത്ത് വന്നു. ഓക്കെ, എന്നിട്ട് ജെ എന്ന് പറയുന്നത് i+1 ആവും. ഐയുടെ വാല്യൂ 0 ആണ്, i+1 എന്ന് പറയുമ്പോൾ 1. ജെയുടെ വാല്യൂ 1 ആണ്. 1 ലെസ് ദാൻ 7 ആണോ? അതെ, അപ്പൊ ഈ ലൂപ്പിനകത്തേക്ക് കയറും. എന്നിട്ട് ഇവിടെ ചെക്ക് ചെയ്യും എ ഓഫ് ജെ എന്ന് പറയുന്നത് എ ഓഫ് മിന്നിനേക്കാളും ചെറുതാണോ എന്ന് നോക്കും. അപ്പൊ എ ഓഫ് ജെ എന്ന് പറയുന്നത് എത്രയാണ്? ജെയുടെ വാല്യൂ 1 ആണ്. ഇവിടെ വന്നിട്ട് എ ഓഫ് 1 എന്ന് പറയുന്നത് ലെസ് ദാൻ എ ഓഫ് മിൻ ആണോ നോക്കി. മിന്നിന്റെ വാല്യൂ എത്രയാണ്? 0 അല്ലേ. എ ഓഫ് 0 ആണെന്ന് ചെക്ക് ചെയ്യും. അപ്പൊ 1ൽ കിടക്കുന്ന എലമെന്റ് എന്ന് പറയുന്നത് 0യെക്കാളും ലെസ് ആണോ നോക്കി. അല്ല, അപ്പൊ ഈ ലൂപ്പിനകത്തേക്ക് കയറില്ല. ഓക്കെ, ഇവിടുന്ന് പുറത്തു വന്നു. എന്നിട്ട് എന്ത് പറ്റും? ജെ ഇൻക്രിമെന്റ് ആയി 2 ആയി. ഓക്കെ, 2 ആകുമ്പോൾ എന്താണ്? എ ഓഫ് ജെ എന്ന് പറയുമ്പോൾ ഇപ്പൊ എ ഓഫ് 2 ആണ്. എ ഓഫ് 2 എന്ന് പറയുന്നത് ലെസ് ദാൻ എ ഓഫ് മിൻ ആണോ നോക്കി. എ ഓഫ് 2 എന്ന് പറയുന്നത് ഇതാണ്. എ ഓഫ് മിൻ എന്ന് പറയുമ്പോൾ എ ഓഫ് 0 തന്നെ. അപ്പൊ അതിനേക്കാളും ചെറുതാണല്ലോ. അപ്പൊ എന്ത് പറ്റും? ലൂപ്പിനകത്തേക്ക് കയറും. എന്നിട്ട് ജെയുടെ വാല്യൂ മിന്നിൽ സ്റ്റോർ ആവും. അപ്പൊ ജെയുടെ വാല്യൂ എത്രയാണ്? 0, 1, 2. സെക്കൻഡ് ഇൻഡെക്സ് ആണല്ലോ, അപ്പൊ 2 ഇവിടെ സ്റ്റോർ ആയി. ഓക്കെ, എന്നിട്ട് ഈ ലൂപ്പിന് വെളിയിൽ വന്നു. ജെ ഇൻക്രിമെന്റ് ആയി 3 ആയി. ഓക്കെ, അപ്പൊ വീണ്ടും ചെക്ക് ചെയ്യും. എ ഓഫ് 3 എന്ന് പറയുന്നത് ലെസ് ദാൻ എ ഓഫ് 0 മാറി ഇപ്പൊ എത്രയായി? 2 ആയി. കാരണം എന്താണ്? മിനിമത്തിന്റെ വേരിയബിൾ അപ്ഡേറ്റ് ആയല്ലോ, 2 ആയി. അപ്പൊ ഇവിടെ 2 ആവും. ഓക്കെ, അതായത് 0, 1, 2, 3. ഇവിടെ കിടക്കുന്ന എലമെന്റ് എന്ന് പറയുന്നത് ഈ 2നെക്കാളും ചെറുതാണോ എന്ന് നോക്കും. അല്ല, അപ്പൊ എന്ത് പറ്റും? ഈ ലൂപ്പിനകത്തേക്ക് കയറില്ല. ഓക്കെ, ഇപ്പൊ 3 എന്ന് പറയുന്നത് അതിനേക്കാളും കൂടുതലാണല്ലോ, അതങ്ങനെ തന്നെ ആയിരിക്കും. വീണ്ടും എന്ത് പറ്റും? ജെ ഇൻക്രിമെന്റ് ആയി 4 ആയി. 4 ആകുമ്പോ എന്താണ്? എ ഓഫ് 4 എന്ന് പറയുന്നത് ലെസ് ദാൻ എ ഓഫ് മിനിമം ആണോ നോക്കും. അപ്പൊ 4 എന്ന് പറയുമ്പോൾ 0, 1, 2, 3, 4. ഫോർത്ത് ഇൻഡെക്സിൽ കിടക്കുന്ന എത്രയാണ്? 6. 6 എന്ന് പറയുന്നത് എന്തായാലും ഇപ്പൊ കിടക്കുന്നതിനേക്കാളും ചെറുതാണ്. അതായത് മിനിമം എന്ന് പറയുന്നത് ഇപ്പൊ എ ഓഫ് 2ലുള്ള എലമെന്റ് ആണ് അല്ലെ. ഈ എ ഓഫ് 2വിനകത്ത് 9 അല്ലേ ഉള്ളത്. 6 എന്ന് പറയുന്നത് അതിനേക്കാളും ചെറുതാണ്. അപ്പൊ എന്ത് പറ്റും? ഈ ലൂപ്പിനകത്തേക്ക് കയറും. എന്നിട്ട് ആ ഇൻഡെക്സ് സ്റ്റോർ ചെയ്യും. അപ്പൊ എന്ത് പറ്റും? ഇവിടെ 4 സ്റ്റോർ ആയി. ഓക്കെ, ഇനി എന്താണ്? ജെയുടെ വാല്യൂ ഇൻക്രിമെന്റ് ആയി 5 ആയി. 3, 4, 5, 62. ഫിഫ്ത് ഇൻഡെക്സ്. ഓക്കെ, 5 ആയി. അപ്പൊ ഇവിടെ എ ഓഫ് ജെ എന്ന് പറയുമ്പം എ ഓഫ് 5. ഇവിടെ എ ഓഫ് മിനിമത്തിന്റെ വാല്യൂ അപ്ഡേറ്റ് ആയി 4 ആയിരുന്നു. എ ഓഫ് 5 എന്ന് പറയുന്നത് എന്താണ്? 62 എന്ന് പറയുന്നത് ലെസ് ദാൻ എ ഓഫ് 4 ആണോ നോക്കും. എ ഓഫ് 4 എന്ന് പറയുമ്പോൾ 0, 1, 2, 3,
ഇത് 6. 62 എന്ന് പറയുന്നത് 6-നേക്കാളും ചെറുതല്ല, അപ്പൊ ഇതിനകത്തേക്ക് കയറില്ല. വീണ്ടും ജെയുടെ വാല്യൂ ഇൻക്രിമെന്റ് ആയി 6 ആയി. 6 ആവുമ്പോൾ ഇവിടെ നോക്കും a of 6 എന്ന് പറയുന്നത് ലെസ് ദാൻ a of 4 ആണോ. 6 എന്ന് പറയുമ്പോൾ 0, 1, 2, 3, 4, 5, 6, 13. ഓക്കെ, a of 13 എന്ന് പറയുന്നത് ലെസ് ദാൻ a of 4 ആണോ. 4 എന്ന് പറയുന്നത് എത്രയാണ്? 0, 1, 2, 3 അല്ല. ഓക്കെ, ഇതിനകത്തേക്ക് കയറില്ല. വീണ്ടും ഇത് അപ്ഡേറ്റ് ആയി 7 ആയി. 7 ആകുമ്പോൾ എന്ത് പറ്റും? അപ്പൊ ഇപ്പൊ ജെയുടെ വാല്യൂ 7 ആണ്. 7 ലെസ് ദാൻ 7 ആണോ? എയുടെ ലെങ്ത് എന്ന് പറയുന്നത് 7 അല്ലേ? അല്ല. അപ്പൊ ഈ ലൂപ്പിനകത്തേക്ക് കയറില്ല, ഇവിടുന്ന് പുറത്ത് വരും. അപ്പൊ നമുക്ക് ഇപ്പൊ മിനിമം ഇൻഡെക്സ് ഏതാണെന്ന് നമ്മൾ ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. 0, 1, 2, 3, 4 ഫോർത്ത് ഇൻഡെക്സ് ആണ് അല്ലെ. അപ്പൊ ഫോർത്ത് ഇൻഡെക്സ് ആണ് ഏറ്റവും മിനിമം നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ എന്ത് പറ്റും? ഫോർത്ത് ഇൻഡെക്സിൽ കിടക്കുന്ന എലമെന്റിനെ ആദ്യത്തെ എലമെന്റുമായിട്ട് സ്വാപ്പ് ചെയ്യണം. അപ്പൊ a of i എന്ന് പറയുന്നത് എത്രയാണ്? അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഐയുടെ വാല്യൂ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു മിനിമം വേരിയബിൾ വെച്ചത്. അല്ലെ ഐയുടെ ഇൻഡെക്സ് മാറിപ്പോയാൽ എന്ത് ചെയ്യും? നമുക്ക് ആ സ്വാപ്പിങ്ങിന് ബുദ്ധിമുട്ട് വരും. ഓക്കെ, അപ്പൊ a of iയിൽ കിടക്കുന്ന എലമെന്റിന് a of iയിൽ കിടക്കുന്ന എത്രയാണ്? 38. ഓക്കെ, 38നെ എടുത്തിട്ട് എന്തിനകത്തേക്ക് വെച്ചു. ഓക്കെ, ഇനി a of iക്കകത്തോട്ട് ഫസ്റ്റ് ഇൻഡെക്സിനകത്തോട്ട് a of മിനിമം എത്രയാണ്? 4. അപ്പൊ a of 4 എന്ന് പറയുമ്പോൾ 6, നാലാമത്തെ ഇൻഡെക്സിൽ കിടക്കുന്ന എലമെന്റ് 6നെ എടുത്ത് a of iയിൽ വെച്ചു. ഓക്കെ, ഇനി എന്താണ്? അപ്പൊ നമ്മുടെ ടെമ്പിനകത്തല്ലേ ഈ സ്വാപ്പ് ചെയ്യേണ്ട വേരിയബിളിനെ എടുത്ത് വെച്ചു, അതിനെ തിരിച്ച് a of മിനിമത്തിനകത്തോട്ട് ആക്കണ്ടേ. 38 എന്ന് പറയുന്നത് a of മിനിമത്തിനകത്തേക്ക് വന്നു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഐട്രേഷൻ കഴിയുമ്പോൾ ഇത് ജസ്റ്റ് ഫസ്റ്റ് ഐട്രേഷൻ ആണ് നമ്മുടെ കംപ്ലീറ്റ് ആയത്. ഇത്രയും കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ആദ്യത്തെ ഇൻഡെക്സിൽ ഈ 6 വന്നു, അതായത് ഏറ്റവും ചെറിയ എലമെന്റ് ഇവിടെ വന്നു. ഇനിയിപ്പോ നെക്സ്റ്റ് ഐട്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പൊ നമ്മുടെ ഈ ലൂപ്പിന് പുറത്ത് വന്നു. നെക്സ്റ്റ് ഐട്രേഷൻ എന്ന് പറയുമ്പോൾ ഈ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആവും. ഓക്കെ, 1 ആവും എന്ന് പറയുമ്പോൾ ഇതിനെ ഇനി നമ്മളിപ്പോ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ ഇതിനെ ബാക്കി ഇത്ര എലമെന്റുമായിട്ടാണ് കമ്പയർ ചെയ്തത്. i 1 ആവുക എന്ന് പറയുമ്പോൾ ഇതിനെ ഇതേ സ്റ്റെപ്പ് വെച്ച് തന്നെ ബാക്കി എലമെന്റുകളുമായിട്ട് കമ്പയർ ചെയ്യും. മനസ്സിലായല്ലോ? അപ്പൊ ഈ നെക്സ്റ്റ് ഐട്രേഷൻ ഇതുപോലെ കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് സെക്കൻഡ് ലാർജസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് ഈ പൊസിഷനിൽ വരും, അതായത് 9 ഇവിടെ വരും. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെയാണ് സെലക്ഷൻ സോർട്ട് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്കിത് സോർട്ടഡ് ആയോ എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഫുള്ള് ലൂപ്പ് ഐട്രേഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ, അതായത് എല്ലാ ഐട്രേഷനും കഴിഞ്ഞു കഴിയുമ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കാം. ഫോർ ഇൻറ്റ് i equal to 0, i less than a dot length i plus plus കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ ഇത് പ്രിന്റ് ചെയ്യാം. സിസ് ഔട്ടിന്റെ അകത്ത് a of i. ഓക്കെ, a of i പ്രിന്റ് ചെയ്യാം. ഇവിടെ അപ്പൊ ജസ്റ്റ് നമുക്ക് ചെറിയൊരു സ്പേസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഓരോ എലമെന്റ് കഴിയുമ്പോൾ നമുക്കിപ്പോ പ്രിന്റ് ചെയ്യാം. സോർട്ടഡ് ആയിട്ട് പ്രിന്റ് ആയി. ഇത് എല്ലാം കൊടുത്തത് കൊണ്ടാണ് നെക്സ്റ്റ് ലൈനിൽ പ്രിന്റ് ആവുന്നത്. നിങ്ങൾക്ക് ഒരു ലൈനിൽ തന്നെ ഇത് പ്രിന്റ് ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രിന്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇത് ബിഫോർ സോർട്ടിങ്ങും ആഫ്റ്റർ സോർട്ടിങ്ങും പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഈ ലൂപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്കിതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്? സിസ് ഔട്ട് ബിഫോർ സോർട്ടിങ്. ഓക്കെ, ബിഫോർ സോർട്ടിംഗ് ആണ്. ഇനി ഇവിടെ വന്നിട്ട് ഇതെന്ന് പറയുന്നത് ആഫ്റ്റർ സോർട്ടിങ്. അപ്പൊ ഇതിന്റെ വ്യത്യാസം കാണാൻ പറ്റും. ബിഫോർ സോർട്ടിങ് ഇങ്ങനെയായിരുന്നു. ഇവിടെ ഒരു ലൈനോടെ കൊടുക്കാം. അപ്പൊ ശരിയായിക്കോളും. ആഫ്റ്റർ സോർട്ടിങ് അതിന്റെ കൂടെ കയറി വന്നു. ബിഫോർ സോർട്ടിങ് ഇങ്ങനെയായിരുന്നു, ആഫ്റ്റർ സോർട്ടിങ് ഇങ്ങനെ കിട്ടി. അപ്പൊ ഇന്റിജർ അറേ എങ്ങനെയാണ് സോർട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ ഒരു സെർച്ചിങ് ആൻഡ് സോർട്ടിങ് കോമ്പിനേഷൻ ആണ്. ഇതിന്റെ കൺസെപ്റ്റ് മനസ്സിലായാൽ ഈസി ആയിട്ട് ചെയ്യും. അതായത് ആദ്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ എലമെന്റിനെ റെസ്റ്റ് ഓഫ് എലമെന്റുമായിട്ട് കമ്പയർ ചെയ്യും. എന്നിട്ട് ഇതിനേക്കാളും ഏറ്റവും ചെറിയ എലമെന്റ് ഈ സബ് അറേയിൽ ഏതാണെന്ന് കണ്ടുപിടിക്കും. എന്നിട്ട് അതിനെ തമ്മിൽ സ്വാപ്പ് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ഐട്രേഷൻ കഴിഞ്ഞപ്പോൾ ഏറ്റവും ചെറിയ എലമെന്റ് ഇവിടെ വരും. പിന്നെ നെക്സ്റ്റ് എലമെന്റിനെ എടുക്കും. ഓക്കെ, അതിനെ ബാക്കി ഇത്ര എലമെന്റുമായിട്ട് കമ്പയർ ചെയ്യും. ഇതിനേക്കാളും ഏറ്റവും ചെറിയ എലമെന്റ്, ഇതിനേക്കാളും ചെറിയ എലമെന്റ് ഉണ്ടോ
ആ അറയിലെ ഏറ്റവും ചെറുത് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് വീണ്ടും അതിനെ വെച്ച് ഇങ്ങനെയായിരിക്കും ഇത്. മനസ്സിലായല്ലോ? അപ്പോൾ സെലക്ഷൻ സോർട്ട് ഇന്റിജർ അറേ വെച്ച് പറഞ്ഞത് മനസ്സിലായല്ലോ. ഇനി വേണമെങ്കിൽ നിങ്ങളോട് സ്ട്രിങ് ചോദിക്കാം. സ്ട്രിങ് ചോദിക്കുമ്പോൾ ഇതിനകത്ത് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഇന്റിജർ ഞാൻ കമന്റ് ചെയ്യാണ്. സ്ട്രിങ് അറേയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ സ്ട്രിങ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എ കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് സ്ട്രിങ് ഡിക്ലെയർ ചെയ്യാം. ഇങ്ങനെ കൊടുത്തിട്ട് ഒരു കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് കുറച്ച് പേരുകൾ കൊടുക്കാം. ദീപക്. സോർട്ടഡ് അല്ലാത്ത രീതിയിൽ ഒരു ആൽഫബറ്റിക്കൽ ഓർഡറിൽ നിങ്ങൾക്ക് കൊടുക്കാം. അരുൺ, ഓക്കെ, സാം. അതുപോലെ കുറച്ച് പേരൊക്കെ കൊടുക്കാം. ഇപ്പോ അമിത്. ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്ത് പേരാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ട്രിങ് അറേയായിട്ട് പാസ് ചെയ്യാം. ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ടെമ്പ് എന്ന് പറഞ്ഞ ഇപ്പം നമ്മുടേത് ഇത് ഇന്റിജർ വേരിയബിൾ അല്ലല്ലോ, നമുക്കിപ്പോൾ സ്ട്രിങ് അറേ അല്ലേ സോർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ മിന്നെന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. കാരണം എന്താണ്, മിനിമം എന്ന് പറയുന്നത് ഇൻഡെക്സിന് വേണ്ടിയിട്ടാണ് അല്ലേ. ഇത് ടെമ്പററി നമുക്ക് സ്ട്രിങ് അറേ അല്ലേ സ്റ്റോർ ചെയ്യേണ്ടത് ടെമ്പിനകത്തോട്ട്. അപ്പം സ്ട്രിങ് ടെമ്പ് എന്ന് പറയുന്നത് 0ക്ക് വരെ എംപ്റ്റി അറേ ആക്കാം. അതായത് നമ്മൾ ഇന്റിജർ അറേ ഇനിഷ്യലൈസ് ചെയ്യുമ്പോഴാണ് 0. സ്ട്രിങ് ആണ് നമുക്ക് ടെമ്പററി വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മളൊരു സ്ട്രിങ് ആയിട്ട് കൊടുക്കുക. ഓക്കെ, ബാക്കി ലൂപ്പ് ഒക്കെ സെയിം ആണ്. ചെറിയ വ്യത്യാസം വരുന്നത് നമ്മുടെ ഇഫ് കണ്ടീഷനിൽ കമ്പയർ ചെയ്യുമ്പോൾ ഈ സ്ട്രിങ് ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഓഫ് ജെ ലെസ് ദാൻ കഴിഞ്ഞിട്ട് ചെറിയൊരു കാര്യം കൂടെ ചെയ്യാം. അതായത് എ ഓഫ് ജെ ലെസ്സിന് പകരം ഡോട്ട് കമ്പയർ ടു എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷനാണ്. അതായത് നമുക്ക് രണ്ട് സ്ട്രിങ് ആണ് കമ്പയർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ കമ്പയർ ടു അനദർ സ്ട്രിങ്, അതായത് കമ്പയർ ടുവിനകത്ത് നെക്സ്റ്റ് സ്ട്രിങ് ഏതാണെന്ന് കൊടുക്കുക. അപ്പൊ അവിടെ എന്താണ് നമുക്ക് കൊടുക്കേണ്ടത്, എ ഓഫ് മിനിമാണ് കൊടുക്കേണ്ടത്. എ ഓഫ് മിൻ കഴിഞ്ഞിട്ട് ആ ബ്രാക്കറ്റിന് വെളിയിൽ വന്നിട്ട് ഈസ് ലെസ് ദാൻ 0 ഇങ്ങനെ ഒരു കാര്യം കൂടെ കൊടുക്കണം. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ഇതിപ്പോ റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ബിഫോർ സോർട്ടിംഗ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരുന്നു, ആഫ്റ്റർ സോർട്ടിംഗ് എന്ന് പറഞ്ഞപ്പോൾ അമിത്, അരുൺ, ദീപക്, സാം. മനസ്സിലായല്ലോ. അപ്പോൾ വ്യത്യാസമൊന്നുമില്ല. സ്ട്രിങ് അറേ പാസ് ചെയ്യുമ്പോൾ ടെമ്പററി വേരിയബിൾ സ്ട്രിങ് ആയിട്ട് ഡിക്ലെയർ ചെയ്യണമെന്നേ ഉള്ളൂ. പിന്നെ ആകെ ഇഫ് കണ്ടീഷനിലേ ഉള്ള വ്യത്യാസം കമ്പയർ ടു ഫംഗ്ഷൻ യൂസ് ചെയ്യണം. ഇവിടെ ലെസ് ദാൻ 0 ആണോ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. താങ്ക് യു.